തന്റെ മൗലികാവകാശങ്ങളിൽ കടന്നുകയറിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി നടി ഹണി റോസ്. തനിക്കെതിരെയുള്ള ഭീഷണികൾക്കും സൈബർ ബുള്ളിങ്ങിനും കാരണക്കാരൻ രാഹുൽ ഈശ്വറാണെന്ന് ഹണി റോസ് പറയുന്നു. വിമർശനത്തിന് ഹണി റോസ് അതീതയല്ലെന്നും അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാൻ താൻ തയ്യാർ എന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ മറുപടി. ഹണി റോസിനെതിരെ ഇത്രയും മാധ്യമങ്ങളിൽ ഞാൻ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുത്തു. ഒരു മാധ്യമത്തിലെങ്കിലും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് എന്ന ആർട്ടിക്കിൾ BNSന്റെ 75ന്റെ താഴെയുള്ള 4ാം ഉപവകുപ്പിൽ വരുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കരുത്. ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല, ബോച്ചയും വിമർശനത്തിന് അതീതനല്ല. ബോച്ചയ്ക്കും മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് മാന്യത വേണം. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ഈ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള പരാതിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു പോലീസിന്റെ നടപടി പുരോഗമിക്കുന്നുണ്ടല്ലോ. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിനെതിരായ പരാതിയും. ശ്യാംകുമാർ. ഉന്മേഷ, തീർച്ചയായും ഈ രാഹുൽ ഈശ്വറിനെതിരായിട്ട് പുതിയ പരാതി നൽകുമെന്നുള്ളതാണ് ഹണി റോസ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ പരാതി നൽകിയാൽ രാഹുൽ ഈശ്വറിനെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് എതിരായിട്ട് കൂടുതൽ പരാതികൾ പോലീസ് പരിശോധിക്കുന്നതിനിടയിലാണ് ഹണി റോസ് തന്നെ ഇപ്പോൾ അവരെ അവഹേളിച്ചുവെന്നും അവരുടെ മൗലിക അവകാശങ്ങൾ ഹനിച്ചുവെന്നും കാട്ടി രാഹുൽ ഈശ്വറിനെതിരായിട്ട് പരാതിയുമായി രംഗത്തെത്തുന്നത്. കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് താനും കുടുംബവും കടന്നു പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഈശ്വറിന്റെ സൈബർ ബുള്ളിങ്ങിന് ശേഷം സൈബർ ഇടത്തിലും പൊതുവിടത്തിലും തനിക്കെതിരായിട്ട് വലിയ രീതിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരായിട്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് നേരത്തെ തന്നെ അയാളെ പിടിച്ചെടുത്ത ഫോണിൽ ഉൾപ്പെടെയുള്ള വീഡിയോകളും മുൻപ് നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ഹണി റോസിന്റെ പരാതി കിട്ടിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.